കാൽനൂറ്റാണ്ടിന് ശേഷം ദില്ലിയിൽ വീണ്ടും അധികാരത്തിലേക്ക് ബി.ജെ.പി. ആം ആദ്മി പാർട്ടിയിലെ കരുത്തർ കാലിടറിയപ്പോൾ കോൺഗ്രസിന് തുടർച്ചയായി മൂന്നാം തവണയും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല. വിവരങ്ങളുമായി സിബിയും വിഷ്ണുവും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം സിബിയിലേക്ക്. സിബി, ഇതാ 25 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ രാജ്യ തലസ്ഥാനത്ത് ബി.ജെ.പി. അധികാരത്തെത്താൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 3 തവണ ദില്ലി ഭരിച്ച ആം ആദ്മി പാർട്ടി ഇനി പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രകടനം അവർ പൂജ്യത്തിൽ തന്നെ വീണ്ടും നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഭിന്നിപ്പിച്ച വോട്ട് അതാണോ ആം ആദ്മിയെ ഭരണത്തിൽ നിന്നിറക്കി പ്രതിപക്ഷ ബെഞ്ചിലേക്ക് കൊണ്ടുവരുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്താൻ മനു. കാരണം കോൺഗ്രസ് പലയിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖർ അരവിന്ദ് കെജ്രിവാളിന്റെയും അതിഷി അടക്കം പലരും എല്ലാത്തിനെയും തോൽവിക്ക് കാരണമാകുന്നത് 2000-3000 വോട്ടിന് മാത്രം വ്യത്യാസമാണ്. അതായത് അവിടെ കോൺഗ്രസ് പിടിച്ചെടുത്ത വോട്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമായി ചിഹ്ന ഭിന്നമായി പോകാതെ ബി.ജെ.പിക്ക് എതിരായ വോട്ടുകൾ ചിഹ്ന ഭിന്നമായി പോവുകയും ബി.ജെ.പിക്ക് അത്തരത്തിൽ അവിടെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് തന്നെ വേണം നമുക്ക് കരുതേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓരോ കണക്കുകൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി അതിഷി ഒരു കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇനിയും ഒരു റൗണ്ട് കൂടി എണ്ണാനുണ്ട്. 989 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ അതിഷിക്കുള്ളത്. ഒരുപക്ഷെ എന്തായാലും ഇനിയിപ്പോൾ മറ്റൊരു അതിഷി കഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിഷി വിജയിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇനി 2 റൗണ്ട് എണ്ണാനുള്ളപ്പോഴും ഇനിയും അരവിന്ദ് കെജ്രിവാൾ 3000 വോട്ടുകൾക്കെല്ലാം തന്നെയും പിന്നിലാണ്. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. മനീഷ് സിസോദിയ ഓൾറെഡി താൻ പരാജയപ്പെട്ടു, 600 വോട്ടിന് പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ എ.എ.പിയുടെ ഒരു മുഖ്യധാരയിൽ നിന്ന മുഖ്യ നേതാക്കളെല്ലാം തന്നെയും ഇപ്പോൾ കാലിടറുന്ന ഒരു കാഴ്ച കാണുന്നു. അവിടെ ബി.ജെ.പി അവിടെ നേട്ടം കൈവരിക്കുകയും അവിടെ കോൺഗ്രസിന്റെ വോട്ട് ഇതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്താണെങ്കിലും കോൺഗ്രസ് അവിടെ 4000-3000 വോട്ട് വാങ്ങിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായി എന്ന് കൃത്യമായി ഓരോ കണക്കുകൾ പരിശോധിക്കുന്നു. സിബി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ഈ പലയിടങ്ങളിലും ഭൂരിപക്ഷമൊക്കെ നമുക്കറിയാം. ദില്ലി പോലൊരു സംസ്ഥാനത്ത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയമൊക്കെ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഈ വിധത്തിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് അതല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന തോൽവിയിലേക്ക് ആം ആദ്മി പാർട്ടിയെ എത്തിച്ചത്? നേരത്തെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കാനല്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡില്ലേ. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു പ്രശ്നമില്ലേ, ബി.ജെ.പിയെ തോൽപ്പിക്കാനല്ലേ നിങ്ങൾ നിൽക്കേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ മുന്നിൽ നിൽക്കുന്നില്ലേ? ഒമർ അബ്ദുള്ള അടക്കം അതല്ലേ ആ ഒരു വികാരമല്ലേ പങ്കുവച്ചിരിക്കുന്നത്? തീർച്ചയായും മനു, കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോട് എല്ലാം തന്നെയും നമുക്കറിയാം കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ആം ആദ്മി പാർട്ടി ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും ഈ മുഖ്യ ശത്രു നരേന്ദ്രമോദി അല്ല അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. എന്തായാലും ആ രീതിക്കായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം കോൺഗ്രസിന്റെ ഒരു ക്യാമ്പയിൻ എന്ന് പറയേണ്ടി വരും. നമുക്കിപ്പോൾ ന്യൂഡൽഹി തന്നെ എടുത്തു നോക്കിയാൽ ന്യൂഡൽഹിയിൽ തന്നെ 3789 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലീഡ് ചെയ്താണ് ഇപ്പോൾ ബി.ജെ.പിയുടെ പർവേസ് സാഹിബ് സിംഗ് ഉള്ളത്. പക്ഷേ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് 4217 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് ആം ആദ്മി പാർട്ടിയിലേക്ക് പോകേണ്ട വോട്ടുകളാണ്. ആ വോട്ടുകളാണ് കോൺഗ്രസ് അവിടെ ചിഹ്ന ഭിന്നമാക്കി ഒരു ഇന്ത്യ സഖ്യം എന്ന ഒരു സഖ്യം ഇല്ലാതായതോടുകൂടി അവിടെ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും അവിടെ തന്നെയാണ്. അങ്ങനെ ഓരോ എടുത്തു നോക്കിയാൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത് തന്നെയാണ്. എന്തായാലും ഇവിടെ അതിഷി മാത്രം കഷ്ടിച്ച് കയറി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തെക്കൻ ദില്ലിയിലേക്ക് പോയി അവിടെ എല്ലാം തന്നെയും 15 സീറ്റുകളിൽ തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ തവണ ഈ 14 സീറ്റ് തൂത്തുവാരിയ ആം ആദ്മിക്ക് ഇത്തവണ വളരെ ചുരുക്കം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. തെക്കൻ ദില്ലിയിൽ ബി.ജെ.പിയുടെ സമ്പൂർണ്ണ ആധിപത്യം സംഭവിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ ദക്ഷിണ ദില്ലിയെല്ലാം തന്നെയും ബി.ജെ.പിയുടെ തരംഗം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ അവിടെ 15 നിയമസഭാ സീറ്റുകളിൽ 11 സീറ്റുകളിലും ബി.ജെ.പി അവിടെ ലീഡ് ജയിക്കുകയോ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ തവണ എല്ലാ സീറ്റുകളിലും അല്ലെങ്കിൽ 15-ൽ 14 സീറ്റുകളിലും ആം ആദ്മി പാർട്ടിയാണ് വിജയിച്ചത്. പക്ഷേ ഈ തവണ ഈ ദക്ഷിണ ദില്ലിയിലെല്ലാം തന്നെയും വളരെ വലിയ തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗര കേന്ദ്രീകൃത മേഖലയിൽ നമുക്ക് പറയേണ്ടതില്ല. ന്യൂഡൽഹി
അടക്കമല്ലാതിനെയും ആം ആദ്മി പാർട്ടി വലിയ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞു. നഗരമേഖലയിലും ന്യൂനപക്ഷ മേഖലയിലും ഒരുപോലെ ബി.ജെ.പിക്ക് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒരു വലിയ പാഠം കോൺഗ്രസ് സംബന്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹരിയാനയിലും മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയും എല്ലാം തന്നെയും കോൺഗ്രസ് ഉൾക്കൊണ്ട ഒരു തോൽവി, ആ തോൽവിയിൽ നിന്നും ഇപ്പോഴും പാഠം ഉൾക്കൊള്ളാതെ നിൽക്കുന്നൊരു സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ ഒമർ അബ്ദുൾ അടക്കമുള്ള നാഷണൽ കോൺഫറൻസ് നേതാവ് അടക്കം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ സഖ്യം ഇനിയും തമ്മിൽ തല്ലി തീരട്ടെ എന്ന രീതിയിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു. വളരെ രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം തന്നെയും നോക്കിക്കാണുമ്പോൾ ഇന്ത്യ സഖ്യത്തിനെ തകർത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ആണ്. നമുക്കറിയാം ഹരിയാനയിൽ പോലും കോൺഗ്രസ് വളരെ വലിയ ആത്മവിശ്വാസത്തോടെ ആം ആദ്മി പാർട്ടി ഒപ്പം ചേർക്കാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയും അവിടെ വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ദില്ലിയിലേക്ക് വരുമ്പോൾ ദില്ലിയിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വ്യത്യസ്തമായി മത്സരിക്കുന്നു. അവിടെയും ബി.ജെ.പിക്ക് എതിരായ വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് കണക്കുകൾ നോക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. ഓരോ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴുള്ള പകുതിയിലേറെ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടിരിക്കുന്നത് 5000 വോട്ടിന് താഴെയാണ്. കോൺഗ്രസ് ഒരു 3000-4000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസിന് ഇപ്പോഴും പൂജ്യമാണ് എന്ന കാര്യത്തിൽ അത് സംശയമില്ല. കഴിഞ്ഞ 10 വർഷവും പൂജ്യമായിരുന്നു, ഈ വർഷവും പൂജ്യമാണ്. പക്ഷേ എങ്കിൽ പോലും അല്പം വോട്ടിംഗ് ശതമാനം, ഒരു 6% വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ആ വോട്ടിംഗ് ശതമാനം കൂടിയത് ആം ആദ്മി പാർട്ടിയുടെ തുടർ ഭരണം ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. എന്തായാലും ബി.ജെ.പിക്കെതിരായ മതനിരപേക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ ഒരു വലിയ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ഒരു വലിയ മുൻതൂക്കം ലഭിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നു. 47 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ തന്നെ നമുക്ക് നോക്കിയാൽ 47 സീറ്റിൽ ബി.ജെ.പി മുന്നേറുമ്പോൾ ആം ആദ്മി പാർട്ടി 21 സീറ്റിൽ മുന്നേറുന്നു. എന്തായാലും ഇപ്പോൾ വ്യക്തമായ ലീഡ് ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കളെല്ലാം നിലയും കടമുഴുകി വീഴുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദക്ഷിണ ഡൽഹിയിൽ അടക്കമെല്ലാം നിലയും ബി.ജെ.പിക്ക് വലിയ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.